ഹായ് ഗായ്സ്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GCS കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാമിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് GCS കാൽക്കുലേഷൻ. നമ്മൾ മിക്കവരും അത് കൺഫ്യൂസ്ഡായി തെറ്റിക്കാറുമുണ്ട് എന്നതാണ് വാസ്തവം. അതിൽ E4 V5 M6, അതായത് ഐസിന് 4, വെർബൽ റെസ്പോൺസിന് 5, മോട്ടോർ റെസ്പോൺസിന് 6. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ വരാം. E4 എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ഓപ്പണിംഗ് ഓഫ് ഐ ആണെങ്കിൽ 4, വെർബൽ കമാൻഡിന് ഐ ഓപ്പണിംഗ് ആണെങ്കിൽ 3, പെയിൻഫുൾ സ്റ്റിമുലസിന് ആണ് ഐ ഓപ്പണിംഗിൽ 2, ഡു നോട്ട് ഓപ്പൺ ഓൺലി 1. ഓക്കെ, വെർബൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നോർമൽ വെർബൽ റെസ്പോൺസ് ആണെങ്കിൽ 5, കൺഫ്യൂസ്ഡ് ആണ് ആണെങ്കിൽ 4, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് മാത്രം പറയുകയാണെങ്കിൽ 3, ഇൻഅപ്രോപ്രിയേറ്റ് സൗണ്ട്സ് ആണെങ്കിൽ 2, ഒരു സൗണ്ടും ഇല്ല ഒരൊച്ചപ്പാടും ഇല്ലെങ്കിൽ 1. ഓക്കെ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡാണ് പറയുന്നതെങ്കിൽ 3 ആണ്, ഇൻഅപ്രോപ്രിയേറ്റ് സൗണ്ട് ആണെങ്കിൽ 2 ആണ് വെർബൽ കമാൻഡിൽ നിന്ന് ഓർത്ത് വെക്കുക. ഇനി മോട്ടോർ റെസ്പോൺസ് നോക്കുമ്പോൾ ഒബേസ് കമാൻഡ് 6, ലോക്കലൈസസ് പെയിൻ ആണെങ്കിൽ 5, വിത്ഡ്രോവൽ ഫ്ലെക്ഷൻ ആണെങ്കിൽ 4, അബ്നോർമൽ ഫ്ലെക്ഷൻ അതായത് ഡീകോർട്ടിക്കേറ്റ് പോലെ ആണെങ്കിൽ 3, അബ്നോർമൽ എക്സ്റ്റൻഷൻ ആണ് ഡീസെറിബ്രേറ്റ് പോലെയാണെങ്കിൽ 2, നോ മോട്ടോർ റെസ്പോൺസ് ആണെങ്കിൽ 1. ഓക്കെ, ഒന്നുകൂടി പറയാം. ലോക്കലൈസസ് പെയിന് 5 ആണ്, വിത്ഡ്രോവൽ ഫ്ലെക്ഷൻ 4 ആണ്, അബ്നോർമൽ ഫ്ലെക്ഷൻ 3 ആണ്, അബ്നോർമൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡീസെറിബ്രേറ്റ് പോലെ ഫുൾ എക്സ്റ്റെൻഡഡ് ആയി നിൽക്കുന്ന കണ്ടീഷൻ 2 ആണ് ഓർത്ത് വെക്കാം.